കൊല കേട്ടാ കൊല കുത്തി അബിയു കൊറേ പറിച്ചതാ. അതെ ഈ കിടക്കുന്ന കവറുകളുണ്ടോ ഇതെല്ലാം ആയിട്ടുള്ളൂ. ഈ മരമൊക്കെ ഈ മരമൊക്കെ 1.5 വർഷമായിട്ടുള്ളൂ. 1.5 വർഷം കൊണ്ടായി. അതോടെ ഈ മരം നിൽക്കുന്ന മരങ്ങളൊക്കെ 1.5 വർഷമായിട്ടുള്ളൂ. 1.5 വർഷമായ മരമാണ് കേട്ടാ. പക്ഷെ അബിയു അടിക്കണതാ. ഈ ടോപ്പി കൂടെ കിട്ടും. എന്താണ് ഇങ്ങനെ കേട് വന്നത്? അത് കേട് പഴുത്ത് ചുറ്റുമില്ല പറിക്കാത്തോണ്ട്. ആളുകള് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങക്ക് പാർസൽ അയക്കാൻ പറ്റുമോ? പാർസൽ അയക്കുമ്പോ അത് കേട് വരുവാ. അതുകൊണ്ട് പാർസൽ അയക്കുന്നില്ല. ഞാൻ കൊറിയർ വിട്ടിരുന്നു. അപ്പോൾ ഇപ്പം വിടുന്നില്ല. വന്നാ ഇവിടെ നേരിട്ട് വരാം. ഇക്കാടെ അഡ്രസ് ഞാൻ കൊടുത്തേക്കാട്ടാ. അപ്പൊ അബിയു പഴം കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരെണ്ണമെന്നല്ല, 1 കിലോയാ 2 കിലോയാ 3 കിലോയാ അതുള്ളത് പോലെ ഇക്കാനെ വിളിക്കുക, ബന്ധപ്പെടാ. കത്തി സാധാരണ വലുതിലും കുറച്ച് ആ കത്തി വരാം, കുറച്ചുകൂടെ വലിപ്പം ഉള്ളത്. അപ്പൊ ആശാൻ തന്നെയുണ്ട്. എന്തോരം നോക്കിയേ. ആവശ്യമുള്ളവർ കല ബന്ധപ്പെട്ടോ, കഴിക്കണോ ആഗ്രഹമുള്ളവര്. കുറച്ചത് വഴക്കായി. നേരിട്ട് വരാം. അതേപോലെ ഇവിടെ നിന്ന് തന്നെ തൂക്കി മേടിച്ച് ഇവിടെ തന്നെ വേണമെങ്കിൽ മരത്തിൽ നിന്ന് തന്നെ പൊട്ടിച്ച് കഴിച്ചിട്ട് പോവാം. അത് നോക്കിയ സൈസ് നല്ല സൈസുള്ള അബിയുവാണ്. എറണാകുളം ജില്ലയില് കോതമംഗലം ഊന്നുകല്ല്, അതായത് മൂന്നാർക്ക് പോകുന്ന റൂട്ടില് ഊന്നുകല്ല് തേൻകോട് എന്ന് പറഞ്ഞ സ്ഥലത്താണിത്. മൊത്തം എത്ര അബിയു മരങ്ങളുണ്ട്? എനിക്കിപ്പോ 50 മരം കായ്ക്കുന്നുണ്ട്. 50 മരം കായ്ക്കുന്നുണ്ട് അല്ലേ? ഇതിന് കായ്ക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും? സാധാരണ രീതിയിലുള്ള വളങ്ങളാണ് ഞാൻ കൊടുക്കുക. ആദ്യം ചാണകം, കോഴിവളം അങ്ങനെ 2 പ്രാവശ്യം കൊടുക്കും. പിന്നെ 18 കൊടുക്കും 2 പ്രാവശ്യം കുറേശ്ശെ. പിന്നെ ഒരു ഒക്ടോബറിന് മുന്നേ ലേശം പൊട്ടാഷ് കൊടുക്കും. എന്നാലാണത് കായ് പിടിക്കുമെന്നാ പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഒരു അറിവ് വെച്ച് ചെയ്യുന്ന. അല്ല, പലരും പറയാറുണ്ട് 2-3 പ്രാവശ്യം പൂവിട്ടിട്ട് കായ് പിടിക്കാനുള്ളതാണ്. പക്ഷെ ഇക്കാടെ നന്നായിട്ട് അടിപൊളിയായിട്ട് ഉണ്ടായിട്ടുണ്ട്. കർക്കിടകം ചിങ്ങത്തിൽ ആ വെയിൽ വന്നോണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫ്രൂട്ട് ഉണ്ടായേനെ. ഇടയ്ക്ക് ഗ്യാപ്പായി പോയി. ഇത് ഏതാണൊക്കെ? ഇത് തന്നെ അതൊക്കെ പല ഇതിൽ വരുമ്പോ അങ്ങനെ ആവുന്നു മാത്രം. കിളി കൊത്ത്, അതുകൊണ്ടാണ് ഈ വട്ടാണ് മുറിക്കേണ്ടത്. ഉള്ളിൽ കായ ഉണ്ടാവും. ഇവിടെ മാത്രം സൈഡ് എടുക്കാനാ, കുരുല്ലാണ്ട് എടുക്കുക. തന്നെയല്ല, ഇത് വലുതാണ്, കുരു കുറവായിരിക്കും. അതൊക്കെ ആവറേജ് 1/2 കിലോ. ഇതിന്റെ തൈക്ക് കൊടുക്കണ്ടല്ലോ ഇവിടെ? തൈയുണ്ട്. സൂക്ഷിപ്പുകാലം എങ്ങനെയാണ്? സൂക്ഷിപ്പുകാലം കുറവാണ്. അതാണ് ഇതിന്റെ ഒരു പോരായ്മ. അതാണ് ഒരു നെഗറ്റീവ് ഉള്ളത്. താമസിക്കുന്നതുകൊണ്ടാണ് കേട് വരുന്നത്. അല്ല, അതിന്റെ ഒപ്പം ആ പഴത്തിന്റെ കൂടെ വിത്തും കൂടെ കിട്ടും. അത് മുളപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ 1.5-2 വർഷം കൊണ്ട് ഫ്രൂട്ട് ഉണ്ടായി കിട്ടും. അതുമല്ല, മറ്റുള്ള ഇപ്പൊ നമ്മള് റൊളീനിയ കണ്ട പോലെ വലിയൊരു ഏരിയ വേണ്ട വെക്കാൻ. ചോല കുഴപ്പമില്ല.